ഹായ് ഫ്രണ്ട്സ്, PSC ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ LDC പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവർക്ക് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ടൊരു മാതൃക ചോദ്യപേപ്പറാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. 100 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 80 GK ക്വസ്റ്റ്യൻസ്, 20 മാത്സ് ക്വസ്റ്റ്യൻസ്, 10 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്, 10 മലയാളം ക്വസ്റ്റ്യൻസ്, അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഈ പരീക്ഷ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് എത്ര സ്കോർ ചെയ്യാൻ പറ്റിയെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ LDCക്കൊക്കെ ഒരുങ്ങുന്ന നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏത്? ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ചിന്നാർ, ആറളം, പെരിയാർ, ചെന്തരുണി. ഓപ്ഷൻ സി പെരിയാർ. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം തട്ടേക്കാട്, കുമരകം, മംഗളവനം, ചൂലന്നൂർ. ഉത്തരം ഓപ്ഷൻ ബി കുമരകം. താഴെ പറയുന്നവയിൽ രത്നനിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള കേരളത്തിലെ ജില്ല ഏത്? രത്നനിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള കേരളത്തിലെ ജില്ല കോട്ടയം, തൃശ്ശൂർ, ഇടുക്കി, കൊല്ലം. ഓപ്ഷൻ ഡി കൊല്ലം. 2023 ICC പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഗ്ലോബൽ അംബാസഡർ ആയിരുന്നത് ആര്? സച്ചിൻ ടെണ്ടുൽക്കർ, കപിൽ ദേവ്, യുവരാജ് സിംഗ്, വിരാട് കോഹ്ലി. ഉത്തരം ഓപ്ഷൻ എ സച്ചിൻ ടെണ്ടുൽക്കർ. അടുത്ത ചോദ്യം, മരണാനന്തരം അവയവദാനം നടത്തുന്നവരുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം? കർണാടക, കേരളം, തമിഴ്നാട്, ഉത്തർപ്രദേശ്. ഓപ്ഷൻ സി തമിഴ്നാട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കൈസർ-എ-ഹിന്ദ് പദവി മടക്കിക്കൊടുത്തത് ആര്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കൈസർ-എ-ഹിന്ദ് പദവി മടക്കിക്കൊടുത്തത് ആര്? രവീന്ദ്രനാഥ ടാഗോർ, ബാലഗംഗാധര തിലക്, ജവഹർലാൽ നെഹ്റു, ഗാന്ധിജി. ഓപ്ഷൻ ഡി ഗാന്ധിജി. മലബാർ കലാപം നടന്ന വർഷം. മലബാർ കലാപം നടന്ന വർഷം 1918, 1921, 1917, 1924. ഓപ്ഷൻ ബി 1921. താഴെ പറയുന്നവരിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത നേതാവ് ആര്? ജവഹർലാൽ നെഹ്റു, അംബേദ്കർ, ഗാന്ധിജി, രാജേന്ദ്ര പ്രസാദ്. ഓപ്ഷൻ ബി അംബേദ്കർ. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ വർഷം ഏത്? 1946 ജൂലൈ 8, 1943 ജൂലൈ 31, 1940 ജൂലൈ 31, 1942 ജൂലൈ 8. ഓപ്ഷൻ സി 1940 ജൂലൈ 31. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെയും അംഗങ്ങളുടെയും കാലാവധി 6 വർഷം, 5 വർഷം, 4 വർഷം, 1 വർഷം. ഓപ്ഷൻ ബി 5 വർഷം. നിലവിലെ കേരള സംസ്ഥാന ലോകായുക്ത ആര്? കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്, ജസ്റ്റിസ് സിറിയക് ജോസഫ്, കെ അബ്ദുൾ റഹീം, ആശിഷ് ജിതേന്ദ്ര ദേശായി. ഓപ്ഷൻ ബി ജസ്റ്റിസ് സിറിയക് ജോസഫ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ച ദിവസം? 2023 സെപ്റ്റംബർ 2, 2023 സെപ്റ്റംബർ 1, 2023 ഒക്ടോബർ 2, 2023 ഒക്ടോബർ 1. ഓപ്ഷൻ എ 2023 സെപ്റ്റംബർ 2. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ആര്? കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ മുരളി ചീരോത്ത്, മട്ടന്നൂർ ശങ്കരൻകുട്ടി, മുരുകൻ കാട്ടാക്കട, രഞ്ജിത്ത്. ഓപ്ഷൻ ബി മട്ടന്നൂർ ശങ്കരൻകുട്ടി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെട്ടത് ആര്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെട്ടത് വെല്ലസ്ലി പ്രഭു, കോൺവാലിസ് പ്രഭു,
റോബർട്ട് ക്ലൈവ്, ഡൽഹൌസി പ്രഭു. ഉത്തരം ഓപ്ഷൻ സി റോബർട്ട് ക്ലൈവ്. ലക്ഷദ്വീപിലെ എത്ര ദ്വീപുകളിലാണ് ജനവാസമുള്ളത്? ലക്ഷദ്വീപിലെ ജനവാസമുള്ള ദ്വീപുകളുടെ എണ്ണം 8, 14, 16, 11. ഓപ്ഷൻ ഡി 11. കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടാത്തത് പട്ടാമ്പി, തിരുവല്ല, കായംകുളം, മങ്കൊമ്പ്. ഓപ്ഷൻ ബി തിരുവല്ല. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം എക്കൽ മണ്ണ്, റിഗർ മണ്ണ്, ചെമ്മണ്ണ്, ചെങ്കൽ മണ്ണ്. ഓപ്ഷൻ ഡി ചെങ്കൽ മണ്ണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്നത് ഏത്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്നത് ലക്നൗ, ഡൽഹി, ബംഗാൾ, ബീഹാർ. ഉത്തരം ഓപ്ഷൻ സി ബംഗാൾ. ബംഗാൾ വിഭജനം നടന്ന വർഷം. ബംഗാൾ വിഭജനം നടന്ന വർഷം 1907, 1905, 1904, 1902. ഓപ്ഷൻ ബി 1905. കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കുന്നത് ആരെ? കപ്പലോട്ടിയ തമിഴൻ വി ഒ ചിദംബരം പിള്ള, സി രാജഗോപാലാചാരി, എം വിശ്വേശ്വരയ്യ, ഇ വി രാമസ്വാമി നായ്ക്കർ. ഓപ്ഷൻ എ വി ഒ ചിദംബരം പിള്ള. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്ന്? ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1857 ഫെബ്രുവരി 10, 1857 മാർച്ച് 15, 1857 മാർച്ച് 20, 1857 മെയ് 10. ഓപ്ഷൻ ഡി 1857 മെയ് 10. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ എം എൻ റോയ്, ദാദാഭായ് നവറോജി, ബി ആർ അംബേദ്കർ, ഗാന്ധിജി. ഓപ്ഷൻ ബി ദാദാഭായ് നവറോജി. ലോക വനിതാ ദിനമായി ആചരിക്കപ്പെടുന്ന ദിവസം. ലോക വനിതാ ദിനം മാർച്ച് 5, മാർച്ച് 24, മാർച്ച് 8, മാർച്ച് 15. ഉത്തരം ഓപ്ഷൻ സി മാർച്ച് 8. കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതി ഏത്? ജീവദായിനി, സ്വാന്തനം, ആശ്വാസകിരണം, സ്നേഹസ്പർശം. ഓപ്ഷൻ ബി സ്വാന്തനം. താഴെ തന്നിരിക്കുന്നവയിൽ ഒ എൻ വി കുറുപ്പിൻ്റെ കൃതി കണ്ടെത്തുക. സർഗസംഗീതം, ദാഹിക്കുന്ന പാനപാത്രം, ചന്ദനക്കട്ടിൽ, ശാരദ. ഉത്തരം ഓപ്ഷൻ ബി ദാഹിക്കുന്ന പാനപാത്രം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട പ്ലാസി യുദ്ധം നടന്ന വർഷം. പ്ലാസി യുദ്ധം നടന്ന വർഷം 1857, 1758, 1764, 1757. ഓപ്ഷൻ ഡി 1757. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ഭാഗം. ഭാഗം 3, ഭാഗം 2, ഭാഗം 4A, ഭാഗം 4B. ഉത്തരം ഓപ്ഷൻ സി ഭാഗം 4A. അരങ്ങു കാണാത്ത നടൻ ആരുടെ ആത്മകഥയാണ്? അരങ്ങു കാണാത്ത നടൻ ആരുടെ ആത്മകഥയാണ്? തിക്കോടിയൻ, ചെറുകാട്, പവനൻ, എസ് കെ പൊറ്റക്കാട്. ഓപ്ഷൻ എ തിക്കോടിയൻ. താഴെ പറയുന്നവയിൽ വള്ളത്തോളിന് അനുയോജ്യമായ വിശേഷണം തിരഞ്ഞെടുക്കുക. കേരള പാണിനി, കേരള വ്യാസൻ, കേരള വാൽമീകി, കേരള മോപ്പസാങ്. ഉത്തരം ഓപ്ഷൻ സി കേരള വാൽമീകി. അടുത്ത ചോദ്യം. അമിതമായ ലഹരി പാനീയങ്ങളുടെ ഉപയോഗം മൂലം നാശമുണ്ടാകുന്ന അവയവം ഏത്? അമിതമായ ലഹരി പാനീയങ്ങളുടെ ഉപയോഗം മൂലം നാശമുണ്ടാകുന്ന അവയവം വൃക്ക, കരൾ, ചെറുകുടൽ, ആമാശയം. ഓപ്ഷൻ ബി കരൾ. ശ്രീരംഗപട്ടണം ഉടമ്പടിയെ തുടർന്ന് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച കേരളത്തിലെ പ്രദേശം ഏത്? കൊല്ലം, മലബാർ, വയനാട്, ഇടുക്കി. ഉത്തരം ഓപ്ഷൻ ബി മലബാർ.
ഏതു വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലമാണ് ബെറിബെറി എന്ന രോഗം ഉണ്ടാകുന്നത്? വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി. ഉത്തരം ഓപ്ഷൻ സി വിറ്റാമിൻ ബി. തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്ന നദീതീരം: നർമ്മദ, കാവേരി, കൃഷ്ണ, ഗോദാവരി. ഓപ്ഷൻ ബി കാവേരി. ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത്? ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ? ഉത്തരാഖണ്ഡ് ടിബറ്റ്, ഹിമാചൽ പ്രദേശ് ടിബറ്റ്, ശ്രീനഗർ കാർഗിൽ, അരുണാചൽ പ്രദേശ് ഭൂട്ടാൻ. ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ് ടിബറ്റ്. രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെട്ട സംഭവം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യസമരം. ഓപ്ഷൻ ബി റഷ്യൻ വിപ്ലവം. ISRO വികസിപ്പിച്ച ഉപഗ്രഹ അധിഷ്ഠിത ഭൂപട നിർമ്മാണ സംവിധാനം ഏത്? ISRO വികസിപ്പിച്ച ഉപഗ്രഹ അധിഷ്ഠിത ഭൂപട നിർമ്മാണ സംവിധാനം: നാവിക്, ധ്രുവൻ, ഭുവൻ, ഗൂഗിൾ എർത്ത്. ഉത്തരം ഓപ്ഷൻ സി ഭുവൻ. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ്? ഫ്രാൻസ്, അമേരിക്ക, അയർലൻഡ്, ബ്രിട്ടൻ. ഓപ്ഷൻ എ ഫ്രാൻസ്. അന്തരീക്ഷത്തിലെ ചെറുജലകണികകളിൽ സൂര്യപ്രകാശത്തിനുണ്ടാകുന്ന ഏത് പ്രതിഭാസം മൂലമാണ് മഴവില്ല് ഉണ്ടാകുന്നത്? പ്രകീർണനം, ഡിഫ്രാക്ഷൻ, ഇൻ്റർഫെറൻസ്, ആന്തരിക പ്രതിപതനം. ഓപ്ഷൻ എ പ്രകീർണനം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളിൽ പെടാത്തത് ഏത്? അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളിൽ പെടാത്തത്: അൽഡോസ്റ്റിറോൺ, അഡ്രിനാലിൻ, കോർട്ടിസോൾ, കാൽസിട്ടോണിൻ. ഓപ്ഷൻ ഡി കാൽസിട്ടോണിൻ. 2024 എത്ര പേർക്കാണ് ഭാരതരത്ന ബഹുമതി ലഭിച്ചത്? 2024 ഭാരതരത്ന ലഭിച്ചത് എത്ര പേർക്ക്? 3, 4, 5, 6. ഉത്തരം ഓപ്ഷൻ സി 5. മഹാകവി ജി ശങ്കരക്കുറുപ്പ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത് എവിടെ? ജി ശങ്കരക്കുറുപ്പ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത് എവിടെ? കൊച്ചി, തൃശ്ശൂർ, തിരൂർ, കോഴിക്കോട്. ഓപ്ഷൻ എ കൊച്ചി. കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് ഏത്? കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക്: നാഗമ്പടം കോട്ടയം, തേക്കിൻകാട് തൃശ്ശൂർ, ഇടപ്പള്ളി പാർക്ക് കൊച്ചി, മാനാഞ്ചിറ സ്ക്വയർ കോഴിക്കോട്. ഓപ്ഷൻ ഡി മാനാഞ്ചിറ സ്ക്വയർ കോഴിക്കോട്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ആര്? അതിർത്തി ഗാന്ധി: ബാലഗംഗാധര തിലക്, മൗലാന അബ്ദുൽ കലാം ആസാദ്, മൗലാന ഷൗക്കത്ത് അലി ഖാൻ, അബ്ദുൾ ഗാഫർ ഖാൻ. ഉത്തരം ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. മൗണ്ട് ബാറ്റൺ പദ്ധതി താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു? മൗണ്ട് ബാറ്റൺ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു? ഇന്ത്യയുടെ സ്വയംഭരണം, ഇന്ത്യയുടെ വിഭജനം, ഇന്ത്യയുടെ വ്യവസായ വളർച്ച, ഇന്ത്യയുടെ അതിർത്തി നിർണയം. ഓപ്ഷൻ ബി ഇന്ത്യയുടെ വിഭജനം. ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത്? ഇന്ത്യയിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് ആരുടെ നേതൃത്വത്തിലാണ്? ലാലാ ഹർദയാൽ, VD സവർക്കർ, അരുണ അസഫ് അലി, ജയപ്രകാശ് നാരായണൻ. ഓപ്ഷൻ ഡി ജയപ്രകാശ് നാരായണൻ. ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതി ഏത്? ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതി: 1947 ഓഗസ്റ്റ് 15, 1950 ജനുവരി 26, 1949 നവംബർ 26, 1950 ജനുവരി 24. ഉത്തരം ഓപ്ഷൻ സി 1949 നവംബർ 26. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്ത്? നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറിയുടെ ഇപ്പോഴത്തെ പേര്: ആറളം ഫാം, ഇരവികുളം ദേശീയോദ്യാനം, പീച്ചി വന്യജീവി സങ്കേതം, പെരിയാർ വന്യജീവി സങ്കേതം. ഓപ്ഷൻ ഡി പെരിയാർ വന്യജീവി സങ്കേതം.
ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള കേരളത്തിലെ ജില്ല ഏത്? ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള കേരളത്തിലെ ജില്ല മലപ്പുറം, എറണാകുളം, തിരുവനന്തപുരം, തൃശ്ശൂർ. ഓപ്ഷൻ ബി എറണാകുളം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏത്? കേരളത്തിലെ മഴനിഴൽ പ്രദേശം പാലക്കാട്, പുനലൂർ, ലക്കിടി, ചിന്നാർ. ഓപ്ഷൻ ഡി ചിന്നാർ. രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട കേരളത്തിലെ പട്ടണം ഏത്? രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട കേരളത്തിലെ പട്ടണം പയ്യന്നൂർ, കോഴിക്കോട്, ഒറ്റപ്പാലം, വടകര. ഉത്തരം ഓപ്ഷൻ എ പയ്യന്നൂർ. ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഡെക്കാൻ പീഠഭൂമി, കൊങ്കൺ തീരസമതലം, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, പശ്ചിമഘട്ടം. ഉത്തരം ഓപ്ഷൻ സി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഖാരിഫ് വിളകളുടെ വിളവെടുപ്പ് കാലം ഖാരിഫ് വിളകളുടെ വിളവെടുപ്പ് കാലം ജൂൺ, സെപ്റ്റംബർ, മാർച്ച്, നവംബർ. ഉത്തരം ഓപ്ഷൻ ഡി നവംബർ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ, കൊൽക്കത്ത, ഡെറാഡൂൺ, ശ്രീനഗർ. ഓപ്ഷൻ സി ഡെറാഡൂൺ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏത്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശരേഖ ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, ഗ്രീനിച്ച് രേഖ. ഓപ്ഷൻ ബി ഉത്തരായന രേഖ. നെൽകൃഷിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിലെ ജില്ല ഏത്? പാലക്കാട്, തൃശ്ശൂർ, ആലപ്പുഴ, കൊല്ലം. ഉത്തരം ഓപ്ഷൻ എ പാലക്കാട്. ഒരു വസ്തു ദ്രവത്തിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഭാരക്കുറവ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്ലവക്ഷമ ബലം, കേശിക ബലം, പ്രതല ബലം, അഡ്ഹിഷൻ ബലം. ഓപ്ഷൻ എ പ്ലവക്ഷമ ബലം. നർമ്മദയുടെ തോഴി എന്നറിയപ്പെടുന്ന നദി ഏത്? നർമ്മദയുടെ തോഴി താപ്തി, ഗോദാവരി, കാവേരി, മഹാനദി. ഉത്തരം ഓപ്ഷൻ എ താപ്തി. തവളക്കണ്ണൻ, കുളപ്പാല, ചിറ്റേനി എന്നിവ ഏത് വിളയുടെ തനതിനങ്ങൾക്ക് ഉദാഹരണമാണ്? നെല്ല്, വാഴ, ചേമ്പ്, മാവ്. ഉത്തരം ഓപ്ഷൻ എ നെല്ല്. ജീവാണുവളമായി ഉപയോഗിക്കുന്ന ജലസസ്യം ഏത്? ജീവാണുവളമായി ഉപയോഗിക്കുന്ന ജലസസ്യം കുളവാഴ, അസോള, ആഫ്രിക്കൻ പായൽ, ടൈഗർ ഗ്രാസ്. ഓപ്ഷൻ ബി അസോള. താഴെ പറയുന്നവയിൽ ഏകവചന രൂപം ഏത്? താഴെ പറയുന്നവയിൽ ഏകവചന രൂപം ഋതുക്കൾ, മനുഷ്യർ, ഭൃത്യർ, വൈദ്യർ. ഉത്തരം ഓപ്ഷൻ ഡി വൈദ്യർ. പുത്രി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത പദം ഏത്? തനയ, തനൂജ, അപർണ, നന്ദിനി. ഓപ്ഷൻ സി അപർണ. നിമ്നം എന്ന വാക്കിൻ്റെ വിപരീത പദം ഏത്? നിമ്നം എന്ന വാക്കിൻ്റെ വിപരീത പദം അഗാധം, അനിമ്നം, താഴ്ന്നത്, ഉന്നതം. ഉത്തരം ഓപ്ഷൻ ഡി ഉന്നതം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ജാതക്കാർ, പശുക്കൾ, കേൾവിക്കാർ, പക്ഷികൾ. ഓപ്ഷൻ ബി പശുക്കൾ. അടുത്ത ചോദ്യം, സ്വരം പ്ലസ് കൾ സ്വരങ്ങളാകുന്നത് ഏത് സന്ധി നിയമപ്രകാരമാണ്? സ്വരം പ്ലസ് കൾ എന്നുള്ളത് സ്വരങ്ങളാകുന്നത് ഏത് സന്ധി നിയമപ്രകാരമാണ്? ആഗമസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധി, ലോപസന്ധി. ഉത്തരം ഓപ്ഷൻ ബി ആദേശസന്ധി. തപസ്വി എന്നതിൻ്റെ എതിർലിംഗം തപസ്വി എന്ന വാക്കിൻ്റെ എതിർലിംഗം താപസൻ, താപസി, തപസ്വിനി, താപസിനി. ഓപ്ഷൻ സി തപസ്വിനി. ക്രമത്തിന് വിപരീതം എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം ഏത്? ക്രമത്തിന് വിപരീതം എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം അനുക്രമം, അക്രമം, പ്രതിലോമം, ക്രമരഹിതം. ഓപ്ഷൻ സി പ്രതിലോമം.
താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? മാതംഗം, ദന്തി, കരി, മേദം. ഉത്തരം ഓപ്ഷൻ ഡി മേദം. മറ്റുള്ളവ ആനയുടെ പര്യായങ്ങളാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏത്? അസ്തമയം, ചിലവ്, പങ്കാളിത്തം, അഭ്യസ്തം. ഓപ്ഷൻ എ അസ്തമയം. തരം പോലെ രണ്ടു വശത്തും ചേരുന്നവൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ഒരു വെടിക്ക് രണ്ട് പക്ഷി, കായംകുളം വാൾ, കുളം കോരി, പമ്പരം ചുറ്റിക്കുക. ഓപ്ഷൻ ബി കായംകുളം വാൾ. സപ്ലൈ ആർട്ടിക്കിൾ. ഇറ്റ് വാസ് റിയലി ഡാഷ് ഓഫ് ഫുൾ സൈറ്റ് ആൻഡ് എ ദി നോ ആർട്ടിക്കിൾ. ഓപ്ഷൻ എ ആൻഡ്. യൂസ് ദി റൈറ്റ് വെർബ്. There dash a special assembly today. Are, has, have been, is. Option D is. This is the dash news about the accident. Later, latest, late, more late. Option B latest. Choose the misspelled word. Necessary, accessory, glossary, embassy. Option C glossary. Use the right preposition. They are engaged dash rescue operations at, on, to, in. Option D in. Choose the right collective noun. A dash of people. Board, crowd, colony, brace. Option B crowd. Find out the antonym word for analysis. Antonym of analysis. Synthetic, voluntary, synthesis, continuous. Option C synthesis. Let's go shopping dash. Shall we, should we, may we, can we. Option A shall we. The list of candidates dash published are, have been, has been, where. Option C has been. That's dash cheapest bag I have ever seen. A and no article D. ഓപ്ഷൻ ഡി ദി. 24 ആളുകൾ 16 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കണമെങ്കിൽ ഇനി എത്ര ആളുകൾ കൂടി വേണം? 8, 6, 7, 5. ഓപ്ഷൻ എ 8. അടുത്ത ചോദ്യം. 36 km/h വേഗവും 100 മീറ്റർ നീളവുമുള്ള ഒരു തീവണ്ടി ഒരു പാലം കടക്കാൻ 18 സെക്കൻഡ് എടുക്കുന്നു എങ്കിൽ പാലത്തിൻ്റെ നീളം എത്ര? 100 മീറ്റർ, 80 മീറ്റർ, 60 മീറ്റർ, 70 മീറ്റർ. ഉത്തരം ഓപ്ഷൻ ബി 80 മീറ്റർ. ഒരു ഫുട്ബോൾ ടീമിലെ 10 അംഗങ്ങളുടെ ശരാശരി വയസ്സ് 30 ആണ്. ക്യാപ്റ്റൻ്റെ വയസ്സ് കൂടി ഉൾപ്പെടുത്തിയാൽ ശരാശരി വയസ്സിൽ ഒരു വർഷത്തെ വർധന ഉണ്ടാകുന്നു. ക്യാപ്റ്റൻ്റെ വയസ്സ് എത്ര? 35, 40, 41, 43. ഓപ്ഷൻ സി 41. ക്ലോക്കിൽ സമയം 4:30 ആകുമ്പോൾ പ്രതിബിംബത്തിലെ സമയം 6:30, 3:40, 7:30, 6:10. ഓപ്ഷൻ സി 7:30. നവംബർ 20 ബുധനാഴ്ചയായാൽ ഡിസംബർ 25 ഏത് ദിവസമാണ്? വ്യാഴം, വെള്ളി, ശനി, ബുധൻ. ഓപ്ഷൻ ഡി ബുധൻ. 1, 9, 25 ഡാഷ് 81 ശ്രേണിയിലെ വിട്ടുപോയ പദം കണ്ടെത്തുക. 36, 49, 16, 14. ഓപ്ഷൻ ബി 49. താഴെ തന്നിരിക്കുന്നവയിൽ അക്ഷരമാലാ ക്രമത്തിൽ അവസാനം വരുന്ന വാക്കേത്? റേഡിയോ, റഡാർ, റേഡിയേറ്റർ, റേഡിയസ്. ഓപ്ഷൻ ഡി റേഡിയസ്. അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 4 മടങ്ങാണ്.
4 വർഷം കഴിഞ്ഞാൽ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിന് 3 മടങ്ങായി മാറും. മകൻ്റെ ഇപ്പോഴത്തെ വയസ്സെത്ര? 16, 12, 10, 8. ഓപ്ഷൻ ഡി 8. 25 രൂപ 625 രൂപയുടെ എത്ര ശതമാനമാണ്? 10%, 4%, 8%, 20%. ഓപ്ഷൻ ബി 4%. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ 3:4:5 എന്ന അംശബന്ധത്തിലാണ്. ത്രികോണത്തിൻ്റെ ചുറ്റളവ് 120 സെൻറ്റിമീറ്റർ ആയാൽ നീളം കൂടിയ വശത്തിൻ്റെ അളവ് എത്ര? 30 സെൻറ്റിമീറ്റർ, 60 സെൻറ്റിമീറ്റർ, 40 സെൻറ്റിമീറ്റർ, 50 സെൻറ്റിമീറ്റർ. ഉത്തരം ഓപ്ഷൻ ഡി 50 സെൻറ്റിമീറ്റർ. എയും ബിയും ഒരു പോയിന്റിൽ നിന്ന് വിപരീത ദിശകളിലേക്ക് മണിക്കൂറിൽ യഥാക്രമം 60 കിലോമീറ്റർ, 40 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. 2 മണിക്കൂറിന് ശേഷം ഇവർ തമ്മിലുള്ള അകലം എന്ത്? 180 കിലോമീറ്റർ, 100 കിലോമീറ്റർ, 200 കിലോമീറ്റർ, 240 കിലോമീറ്റർ. ഓപ്ഷൻ സി 200 കിലോമീറ്റർ. 5 പേരുടെ ശരാശരി ഭാരം 45 കിലോഗ്രാം. ഇതിൽ നിന്ന് 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പോയി പകരം 40 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ വന്നു. ഇപ്പോഴത്തെ ശരാശരി ഭാരം എത്ര? 45, 44, 43, 42. ഉത്തരം ഓപ്ഷൻ സി 43 കിലോഗ്രാം. 50 പേരുള്ള ഒരു ക്യൂവിൽ പിയുടെ സ്ഥാനം മുന്നിൽ നിന്ന് 25ഉം ക്യൂവിൻ്റെ സ്ഥാനം പിന്നിൽ നിന്ന് 24ഉം ആണ്. ഇവർ പരസ്പരം സ്ഥാനം മാറിയാൽ പിയുടെ സ്ഥാനം മുന്നിൽ നിന്ന് എത്രയായിരിക്കും? 27, 26, 25, 24. ഓപ്ഷൻ എ 27. ഒറ്റയാനെ കണ്ടെത്തുക. 61, 71, 41, 91. ഉത്തരം ഓപ്ഷൻ ഡി 91. മറ്റുള്ളവയെല്ലാം അഭാജ്യ സംഖ്യകളാണ്. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഡോക്ടർ എന്നത് ENDSPQ എന്ന് എഴുതാമെങ്കിൽ നഴ്സ് എന്നത് എങ്ങനെ എഴുതാം? OTSRF, OTRSD, MTSRF, MVSTF. ഉത്തരം ഓപ്ഷൻ എ OTSRF. സമയം 2:10 ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് ഡാഷ് ആയിരിക്കും. 10 ഡിഗ്രി, 5 ഡിഗ്രി, 110 ഡിഗ്രി, 120 ഡിഗ്രി. ഉത്തരം ഓപ്ഷൻ ബി 5 ഡിഗ്രി. ഒരു സ്കൂളിൽ 600 കുട്ടികളുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 2:3 ആണ്. എങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം എത്ര? 200, 300, 240, 120. ഉത്തരം ഓപ്ഷൻ സി 240. 12, 20, 30, 42, 56 ഡാഷ്. ശ്രേണിയിലെ അടുത്ത പദം കണ്ടുപിടിക്കുക. 69, 72, 76, 81. ഉത്തരം ഓപ്ഷൻ ബി 72. അടുത്ത ചോദ്യം. 1 രൂപയ്ക്ക് 2 നാരങ്ങ വാങ്ങി 3 രൂപയ്ക്ക് 4 നാരങ്ങ വീതം വിൽക്കുകയാണെങ്കിൽ ലാഭശതമാനം എത്ര? 40%, 60%, 30%, 50%. ഓപ്ഷൻ ഡി 50%. അവസാനത്തെ ചോദ്യം. ഒരു ദിവസത്തിൻ്റെ എത്ര ശതമാനമാണ് 6 മണിക്കൂർ? 10%, 15%, 25%, 30%. ഉത്തരം ഓപ്ഷൻ സി 25%. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.